അത് കഴിഞ്ഞ ഏതാനും മദ്യനയങ്ങളിലായി ടൂറിസം കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുള്ള ചില ഇളവുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മൈസ് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ മീറ്റിങ്ങുകൾ, ഇവന്റുകൾ, കോൺഫറൻസുകൾ ഒക്കെ വരുമ്പോൾ പ്രത്യേക ലൈസൻസ് കൊടുക്കാൻ, പ്രത്യേക അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകം ഫീസ് വാങ്ങി കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് 5 ലക്ഷം രൂപ അധികം ഫീസ് അടച്ചാൽ 3 മണി വരെ പ്രവർത്തിക്കാനുള്ള അനുമതിയും ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. കാരണം വലിയ പരാതി ടൂറിസം മേഖലയിൽ നിന്ന് ഉയർന്നു വരികയുണ്ടായി. ഇപ്പോൾ രാത്രി 10:45 ഒരു വിദേശി മദ്യം ചോദിച്ചാൽ കൊടുക്കാൻ പറ്റില്ല, കാരണം ക്ലോസ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, ടൂറിസത്തെ വലിയ തോതിൽ ബാധിക്കുന്നു എന്നുള്ള പരാതി വന്നിരുന്നു. ഇതൊക്കെ എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പുതുതായി പൊടുന്നതിനെടുത്തിട്ടുള്ള ഒരു തീരുമാനവുമല്ല. 5 ലക്ഷം 3 മണി വരെ. 3 മണി വരെ. പക്ഷെ പിറ്റേന്ന് ഡ്രൈഡേ ആണെങ്കിൽ അത് പറ്റൂല. അത് 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രം. 3 മണി വരെയുള്ളത് 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രം. ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട ഫയലുകൾ വളരെ വേഗത്തിൽ നീങ്ങുന്നത് കേരളത്തിൽ വേഗതയില്ല പ്രവർത്തനങ്ങൾ, ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് എന്ന് ആരാ പറഞ്ഞതെന്നാണ് ചോദിച്ചത്. പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത് ഒന്ന് അറിയാൻ താല്പര്യമുണ്ട് എനിക്ക്. എന്തായിരുന്നു ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം? ഞാൻ കണ്ടില്ല അദ്ദേഹം പറഞ്ഞത്. അതറിയാൻ അതിയായ താല്പര്യമുണ്ട്. എന്തായിരുന്നു? ഒന്ന് പറഞ്ഞത് ഈ ടൂറിസം കേന്ദ്രങ്ങൾ കൂടുതൽ അനുവദിച്ചത് ഇതിനു വേണ്ടിയാണോ എന്ന് സംശയിക്കുന്നതെന്നുള്ളത്. അതാണ് ഒരു കാര്യം പറഞ്ഞത്. മറ്റൊന്ന് പറഞ്ഞതാണ് വേഗത്തിൽ ഇതിന്റെ ഫയലുകൾ വളരെ വേഗത്തിൽ നീങ്ങി എന്ന് ഒരു ആരോപണം വരുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഫയല് നടപടിക്രമങ്ങൾ പാലിച്ച് യഥാർത്ഥത്തിൽ വൈകുകയാണ് ചെയ്തത്, വേഗത്തിലല്ല നീങ്ങിയത്. കുറച്ച് കൂടുതൽ കാലതാമസം ഉണ്ടാവുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഒക്ടോബറിൽ തീരുമാനമുണ്ടാകുമായിരുന്നു. ഫയൽ നീങ്ങുന്നതിൽ വളരെ അവധാനതയിലാണ് ഫയൽ നീക്കമൊക്കെ നടന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള ദുരൂഹത ആരോപിക്കലാണല്ലോ. ഇനി ഞാൻ ഒരു കാര്യം പറയാം. പ്രതിപക്ഷത്തിന് ഇതറിയാമായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഇക്കാര്യത്തിൽ അനുകൂല നിലപാടാണ് എന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, മാന്യത എല്ലാവരും പുലർത്തുന്നത് നല്ലതാണ്. ഇത് പ്രതിപക്ഷത്തിന് അറിയാമായിരുന്നു സർക്കാർ ഈ തീരുമാനം എടുക്കുന്നു എന്നുള്ളത്. പ്രതിപക്ഷം അനുകൂല നിലപാട് അറിയിക്കുകയും ചെയ്തതാണ്. എല്ലാ കാര്യങ്ങളും രേഖാമൂലം അല്ലല്ലോ ഉണ്ടാവുക. ഇത്തരം കാര്യങ്ങളിലൊക്കെ ചില ആശയവിനിമയം സാധാരണഗതിയിൽ നടക്കുമല്ലോ. അതാ പറഞ്ഞ എല്ലാ കാര്യവും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പുലർത്തേണ്ട ഒരു മര്യാദ ഞാൻ പുലർത്തും. തെരഞ്ഞെടുപ്പിന്റെ ഈ അവസാന സമയത്ത് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന സമയത്ത് ഇത് ചെയ്തതിൽ അല്ല, അതാ പറഞ്ഞത് പ്രതിപക്ഷത്തിന് അറിയാമായിരുന്നു എന്ന്. പ്രതിപക്ഷം ഇന്നല്ല പ്രതിപക്ഷം അറിയുന്നത്. പ്രതിപക്ഷത്തിന് അനുകൂല നിലപാടുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ. ഇനി തർക്കം ഉന്നയിക്കുമ്പോൾ ഞാൻ പറയാൻ പറ്റും. ഇപ്പോഴല്ല, അവർക്ക് നേരത്തെ അറിയാമായിരുന്നു. നേരത്തെ അറിയാമായിരുന്നു. സമയം വൈകി എന്നാണ് ഞാൻ പറഞ്ഞത്. അല്പം വൈകിപ്പോയി, കാരണം ഫയൽ നടപടികളൊക്കെ നീങ്ങുന്നതിൽ.